ഒരു ഗുരുവും ശിഷ്യനും യാത്രയിലായിരുന്നു. അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ എതിരെ ഒരു നായ ഇങ്ങനെ കുരച്ചുകൊണ്ട് വരികയാണ്. അവരുടെ അടുത്തേക്ക് കുരച്ചുകൊണ്ട് വരുന്നത് കണ്ട് ശിഷ്യൻ പെട്ടെന്ന് ഒച്ചയുണ്ടാക്കി അതിനെ ഓടിക്കാൻ ആരംഭിക്കുകയാണ്. ശിഷ്യൻ ഈ നായയെ ചീത്ത പറയുകയും കല്ലെടുത്തെറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരു ഇതെല്ലാം കണ്ട് ശിഷ്യനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നിന്നേക്കാൾ എത്രയോ ഭേദമാണ് ഈ നായ. കാരണം അതതിൻ്റെ സഹജ സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. നായ ആളുകളെ നോക്കി തീർച്ചയായിട്ടും കുരയ്ക്കും, അതതിൻ്റെ സ്വഭാവമാണ്. കുരയ്ക്കുക എന്നുള്ളത് അതിൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നേരെ കുരച്ചുകൊണ്ടുവരുന്നത്. പക്ഷെ നീയാണെങ്കിലോ യാത്രക്കിടയിൽ കണ്ട പലതിനെയും കാണാതിരിക്കുകയും കണ്ട പലതിൻ്റെയും നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കാതിരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതാ ഈ നായയെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് ശിഷ്യൻ നിശബ്ദനായി കല്ലുകൾ താഴെയിട്ടു. നായ കുരച്ചുകൊണ്ട് കടന്നുപോയി. നമ്മൾ കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. കുറ്റങ്ങൾ മാത്രം തേടി പോകുമ്പോൾ നല്ലത് കാണാനുള്ള നമ്മുടെ കാഴ്ച